ഹലോ ഗൈസ്, ഇന്ന് വൈകുന്നേരം നമുക്ക് സ്പെഷ്യൽ കപ്പയാണ്. കണ്ടോ, അടുപ്പിൽ കിടന്ന് അവൻ ചൂടേറ്റ് നന്നായിട്ട് വെന്തൊരുങ്ങുന്നുണ്ട്. നല്ല ആവിയും കപ്പയുടെ ഒരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. ഇനി കപ്പയുടെ കളി തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണ്ടേ? ഞാൻ അതിനായിട്ട് ഉണ്ടാക്കുന്നത് മുളക് കലക്കിയതാണ്. ഞാൻ ഫസ്റ്റ് അതിന് വേണ്ടി എടുത്തേക്കുന്നത് ഹാഫ് കഷ്ണം സവോളയാണ്. അതെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് സവാള ഗിരിഗിരിന്ന് പറഞ്ഞ് അരിയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി. ഇത് കണ്ടോ, മുളക് വന്നു, ഉപ്പ് വന്നു, എണ്ണയും വന്നു, ലാസ്റ്റ് വിനാഗിരി വന്നു. ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് കശകുശാന്നും പറഞ്ഞ് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് തട്ടിക്കൂട്ടുക. സംഭവം ഉണ്ടായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം അതങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എണ്ണയുടെയും മുളകിൻ്റെയും ഉപ്പിൻ്റെയും അതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു സ്മെല്ല് വരും. നല്ലൊരു സ്മെല്ലാട്ടോ. നമുക്ക് നക്കിനിഞ്ഞ് വെള്ളം വരും. ഗൈസ്, ഇപ്പോൾ കപ്പ കഴിക്കാൻ പോവാണ്. കപ്പയും മുളക് കലക്കിയതും കട്ടൻ ചായയും. ഗൈസ്, അപ്പോൾ കപ്പ കഴിക്കാൻ പോവാണ്. ഇന്ന് വൈകുന്നേരം കപ്പയാണ്. ഞാൻ മുളക് കലക്കിയത് ഉണ്ടാക്കിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോയമ്പായതുകൊണ്ട് മീൻകറി കൂട്ടാൻ പറ്റത്തില്ല. അമ്മയൊക്കെ മീൻകറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. കാരണം അമ്മ നോയമ്പല്ല, അതുകൊണ്ട് അമ്മയ്ക്ക് മീൻകറി കൂട്ടാമല്ലോ. അതുകൊണ്ട് ഞാൻ മുളക് കലക്കി ഞാൻ ഉണ്ടാക്കിയ മുളക് കലക്കിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ, നല്ല മുളക് കലക്കിയതാണ്. നല്ല ടേസ്റ്റ്. എനിക്ക് അത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. മുളക് കലക്കിയതും കപ്പയും ചൂട് കട്ടൻ ചായ. അയ്യോ, എന്നെ ടേസ്റ്റ് അറിയാം. അത് ചൂട് കട്ടൻ ചായ തന്നെ വേണം. പാൽ ചായ കഴിച്ചാൽ ആ ഒരു ഇത് വൈബ് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ കപ്പ കഴിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അമ്മേനു ബൈ പറ. ബൈ ബൈ.